بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين أما بعد. സത്യവിശ്വാസികളെ, സർവശക്തനായ അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. നമ്മിൽ നിന്നും മൺമറഞ്ഞവരുടെ ഖബറിടം അള്ളാഹു സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കട്ടെ. നമ്മുടെയും കുടുംബത്തിന്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് ഈമാൻ സലാമത്തായി മരിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ. എല്ലാവരും ചെയ്യുന്നതും എല്ലാവരും ചെയ്യൽ നിർബന്ധമായതും ചെയ്യുന്നതോടൊപ്പം അതിന്റെ പ്രാധാന്യത്തെ അറിഞ്ഞോ അറിയാതെയോ മനസ്സിലാക്കാതെ പോകുന്നതുമായ വലിയ ഒരു ഇബാദത്തിനെ കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ സംസാരിക്കാം. ഇസ്ലാമിക പ്രമാണങ്ങൾ ഏറെ പ്രാധാന്യം കൊടുത്തിട്ടുള്ള, ഒരു മുസ്ലിമായ മനുഷ്യന്റെ ജീവിതത്തിൽ നിർബന്ധമായ, സാമൂഹിക ബാധ്യത എന്നോണം അങ്ങനെയും നിർബന്ധമായിട്ടുള്ള ഒരു പുണ്യകർമ്മമാണ് വെള്ളിയാഴ്ചയിലെ ജുമുഅ നിസ്കാരം. സമയബോധത്തെ ഒരു മനുഷ്യനിൽ നിലനിർത്തുന്നു എന്നുള്ളതാണ് വെള്ളിയാഴ്ചയിലെ ജുമുഅ നിസ്കാരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. വെള്ളിയാഴ്ചയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മുടെ പ്രധാനപ്പെട്ട കർമ്മങ്ങൾക്കും കാര്യങ്ങൾക്കും നാം ഡേറ്റ് കാണുക എന്ന സ്വഭാവം പോലും നമ്മളിൽ കാണപ്പെടുന്നുണ്ട്. അതൊരു സംസ്കാരത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യമായി മാറിയിരിക്കും. അത്രത്തോളം വെള്ളിയാഴ്ചയിലെ കർമ്മങ്ങൾക്ക്, വിശിഷ്യ ജുമുഅ നിസ്കാരത്തിന്, പരിശുദ്ധ ഖുർആനിൽ ഏതൊരു പ്രാധാന്യത്തോടു കൂടെയുള്ള ചർച്ചയാണോ വന്നിട്ടുള്ളത്, അതേ പ്രാധാന്യം തന്നെയാണ് നാം നേരത്തെ പറഞ്ഞ എല്ലാരാലും അശ്രദ്ധമായി പോകുന്ന, നിർബന്ധമായും അനിഷേധ്യമായും ചെയ്തു പോരുന്ന ഒരു പ്രവർത്തനത്തിന്റെ പുണ്യത്തെക്കുറിച്ച് ഖുർആൻ ചർച്ച ചെയ്തിട്ടുള്ളത്. ആ പുണ്യം ഇൻഷാ അല്ലാഹ് നമുക്ക് നേടാൻ ഈ ചർച്ച ഉപകാരമാകട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ജുമുഅയിൽ ജുമുഅ നിസ്കാരത്തിന് വേണ്ടിയുള്ള ആഹ്വാനം നടത്തുന്ന അതേ വചനത്തോട് അനുബന്ധമായി തന്നെ ഈ ചർച്ച കൊണ്ടുവരുന്നത് നമുക്ക് കാണാൻ കഴിയും. മറ്റൊന്നുമല്ല, തന്റെ ജീവിതത്തിന്റെ നിത്യവൃത്തിക്ക് വേണ്ടി വേല ചെയ്യുന്നതും ജോലി ചെയ്യുന്നതും കുടുംബം പുലർത്താൻ വേണ്ടി സമ്പാദ്യ മാർഗത്തിൽ അള്ളാന്റെ പൊരുത്തം തേടി ഇറങ്ങലും ഒരു കുടുംബനാഥൻ ചെയ്യുന്നത് അനിഷേധ്യമായിട്ടാണ്. ഈ അനിഷേധ്യ പ്രവർത്തനം ആരും നിർബന്ധിച്ചാലും ഇല്ലേലും അവൻ സ്വമേധയാ ചെയ്തു പോകുന്ന, അവന്റെ നിർബന്ധിത ബാധ്യതയായി അവൻ ചെയ്തു പോകുന്ന ഈ പ്രവർത്തനം അതൊരു ഇബാദത്താണ് എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് അത് വിശ്വസിച്ചു കൊള്ളണമെന്നില്ല. എന്നാൽ ഖുർആൻ പറയുന്നു അതൊരു ഇബാദത്താണ് എന്ന്. ആ ഇബാദത്തിനെ പരിഗണിച്ചുകൊണ്ട് പൊതു സ്ഥലങ്ങളിൽ നടക്കുന്ന ജമാഅത്ത് നിസ്കാരത്തിൽ പോലും നിയന്ത്രണം വേണം എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ ആയത്തുകളായി അവതരിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, സൂറത്തുൽ ജുമുഅയുടെ ആയത്ത്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്അഉ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഅ ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ فإذا قضيت الصلاة فانتشروا في الأرض وابتغوا من فضل الله واذكروا الله كثيرا لعلكم تفلحون. സ്നേഹ ആദരവുകളോടുകൂടെ സത്യവിശ്വാസികളെ അല്ലാഹു സംബോധനം ചെയ്തു. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച ജുമുഅ നിസ്കാരത്തിന് വേണ്ടി വിളിക്കപ്പെട്ടു കഴിഞ്ഞാൽ, അതായത് വെള്ളിയാഴ്ചയിൽ ഖത്തീബ് മിമ്പറിൽ കയറിയ ശേഷം ഉള്ള ബാങ്കാണ് ഇവിടെ പറയപ്പെടുന്നത്, ഉദ്ദേശിക്കപ്പെടുന്നത്. ഈ ആയത്ത് അവതരിച്ചതിന് ശേഷമാണ് സയ്യിദന ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ
നമ്മൾ സാധാരണ ലോഹറിന് കേൾക്കുന്ന ജുമുഅയുടെ ബാങ്ക്, അത് ശരിക്കും രണ്ടാമത്തെ ബാങ്കാണ്. ആ ബാങ്ക് ഇസ്ലാമിക ശറഇൽ ചേർക്കപ്പെട്ടിട്ടുള്ളത്. ചുരുക്കത്തിൽ വെള്ളിയാഴ്ചയിലെ ജുമുഅ നിസ്കാരത്തിന്റെ ആഹ്വാനവും പ്രഖ്യാപനവും പള്ളിയിൽ നിന്നും മുഴങ്ങുന്നത് കേട്ടാൽ ഫസ്ഔ ഇലാ ദിക്രില്ലാഹി, അള്ളാഹുവിന്റെ സ്മരണയിലേക്ക് നിങ്ങൾ ധൃതി വെക്കണം, പെട്ടെന്നാവണം എന്ന് ഖുർആൻ. എല്ലാം നിർത്തിവെക്കണം. വദറുൽ ബൈഅ, കച്ചവടമൊക്കെ നിർത്തിവെക്കണം എന്ന് പറഞ്ഞു. കച്ചവടം നിർത്തിവെക്കണം എന്ന് പറഞ്ഞത് ഒരു ആയത്തിന്റെ ഇടയിലെ ചെറിയ ഒരു കാര്യം എന്നോണം, അല്ലെങ്കിൽ ഒരു ചെറിയ ഭാഗമായി ചർച്ച ചെയ്തത്. അടുത്ത ആയത്തിലൂടെ ആ നിർത്തിവെക്കണം എന്ന് പറഞ്ഞതിനെ അല്ലാഹു തആല പരിഹരിച്ചു പറയാണ്, കുറച്ചും കൂടി വിശാലമായി പറയണം. ഫഇദാ ഖുളിയത്തിസ് സ്വലാഹ്, നിസ്കാര നിർവഹണം കഴിഞ്ഞാൽ ഫതശിറൂ ഫിൽ അർദ്, ഭൂമിയിലൂടെ നിങ്ങൾ പരക്കണം, വ്യാപിക്കണം. വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്, അള്ളാഹുവിന്റെ ഔദാര്യമായ നിത്യവൃത്തിയുടെ തൊഴിൽ തേടി നിങ്ങൾ ഇറങ്ങണം. അതിന്റെ ചേർത്ത് തന്നെ പറഞ്ഞു വദ്കുറുല്ലാഹ്, എന്ത് ജോലിക്ക് പോയാലും അള്ളാഹനെ മറക്കാൻ പാടില്ല. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വദറുൽ ബൈഅ, കച്ചവടം നിർത്തിവെക്കണം എന്ന് പറഞ്ഞ് അത്രയും പറഞ്ഞതിന്റെ പേരിൽ അടുത്ത ആയത്ത് മുഴുവനും കച്ചവടം ചെയ്യണം, തുടരണം എന്ന ഒരു അവതരണത്തിലൂടെ അള്ളാഹു ഇത് പരിഹരിച്ചു പറഞ്ഞ പോലെ. അപ്പൊ അത്ര കണ്ട് ഈ വിഷയത്തിന് അള്ളാഹുവിന്റെ ഖുർആൻ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. സൂറത്തുൽ മുസമ്മിലിന്റെ അവസാനത്തെ ആയത്ത് തന്നെ എല്ലാ ദിവസവും രാവിലെ നേരത്തെ ജോലിക്ക് പോകുന്ന ആളുകൾ ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ കയറി കഴിഞ്ഞാൽ ഇമാം അവിടെ വലിയ സൂറത്ത് ഓതിയാൽ അവരുടെ സമയം വൈകുന്നുവെങ്കിൽ ഖുർആനിന്റെ ആയത്ത് കൊണ്ട് ആ ഇമാമിനെ നിയന്ത്രിക്കുന്നുണ്ട്. നിസ്കാരം പോലും ഇത്തരം ജോലി തേടി പോകുന്നവർക്ക് വേണ്ടി ചുരുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. വലിയ സൂറത്ത് ഓതേണ്ടതില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന റബ്ബക യഅലമു അന്നക തഖൂമു അദ്നാ മിൻ സുലുസയിൽ ലൈലി വനിസ്ഫഹു വസുലുസഹു വതായിഫത്തും മിനൽ ലദീന മഅക വല്ലാഹു യുഖദ്ദിറുൽ ലൈല വന്നഹാർ. علم أن لم تحصوه فتاب عليكم فقرؤوا ما تيسر من القرآن. علم أن سيكون منكم مرضى وآخرون يضربون في الأرض يبتغون من فضل الله. ഖുർആനിൽ നിന്നും നിങ്ങൾ നിസ്കാരത്തെ ദൈർഘ്യമാക്കാൻ വലിയ അധ്യായങ്ങൾ പാരായണം ചെയ്യുമ്പോൾ പിന്നിൽ നിത്യവൃത്തിക്ക് വേണ്ടി തൊഴിൽ തേടി പോകുന്നവൻ മഅ്മൂമായി നിസ്കരിക്കുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യം വന്നാൽ അവന്റെ തൊഴിൽ തേടി പോകുന്ന സമയം നിഷ്ഫലമാവല്ലേ, അവന്റെ തൊഴിലിനെ ബാധിക്കല്ലേ. നിസ്കാരത്തിൽ ചെറിയ അധ്യായങ്ങൾ പാരായണം ചെയ്യണം എന്ന ശറഇന്റെ നിയമം വരുന്നത്, അല്ലെങ്കിൽ ആ അർത്ഥത്തിൽ നിയന്ത്രിക്കപ്പെടുന്ന നിർദ്ദേശങ്ങൾ വരുന്നത് തൊഴിലിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തിക്കൊണ്ട വലിയ മഹത്വമുണ്ട്. ഇതറിയാവുന്നവർ ഒന്നുകൂടി കേൾക്കുക, അറിയാത്തവർ കൂടുതൽ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുക, പഠിക്കുക. അള്ളാഹു നമുക്ക് അറിവിൽ ബറക്കത്ത് നൽകട്ടെ. സ്വഹാബികൾ ഏറെ പ്രാധാന്യം കൊടുത്തിട്ടുള്ള, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത് വലിയ ഇബാദത്ത് എന്ന പരിഗണനയിൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഒരു പുണ്യകർമ്മമാണ് കുടുംബം പുലർത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന തൊഴിലുകൾ. ഒരിക്കൽ മഹാന്മാരായ സ്വഹാബത്ത് അവരിങ്ങനെ അവരുടെ കുശല സംസാരങ്ങളിലും മറ്റും ഇരിക്കുമ്പോൾ പെട്ടെന്ന് ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ, നല്ല യൗവനം, നിറഞ്ഞ ആരോഗ്യം, അദ്ദേഹം സ്വഹാബികളുടെ ഇടയിലേക്ക് കടന്നു വന്ന് അദ്ദേഹം ഇങ്ങനെ സഞ്ചരിച്ചു പോയി. ആ സമയത്ത് ചില സ്വഹാബികൾ പറഞ്ഞു, ഈ മനുഷ്യന്റെ ആരോഗ്യവും യൗവനവും അദ്ദേഹത്തിന്റെ ആ പ്രകൃതവും എല്ലാം ശരിയായ രീതിയിൽ ദീനിന്റെ ദഅവത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു യൗവനമായിരുന്നുവെങ്കിൽ എത്ര നല്ലതായിരുന്നു. അതുപോലെയൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ. അദ്ദേഹത്തിന്റെ യൗവനവും അദ്ദേഹത്തിന്റെ ആരോഗ്യവും എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയപ്പോ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് കേട്ടിട്ട് വന്നു. സ്വഹാബികളോട് ചോദിച്ചു, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ട് ഒരാളുടെ യൗവനവും ആരോഗ്യവും ചെലവ് ചെയ്യാ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് യുദ്ധം ചെയ്യലാണോ?
ഈ കാണുന്ന ചെറുപ്പക്കാരന്റെ യൗവനവും അദ്ദേഹത്തിന്റെ കായിക മികവും ആകാര ഭംഗിയും അദ്ദേഹത്തിന്റെ ഈ സൗന്ദര്യവും അദ്ദേഹത്തിന്റെ ഈ എല്ലാം ദീനിന് ഉപയോഗപ്പെടുത്തുകയായിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു എന്ന് നിങ്ങൾ സങ്കല്പിച്ചല്ലോ. നിങ്ങൾ അങ്ങനെ പറഞ്ഞല്ലോ. നിങ്ങൾ ഉദ്ദേശിച്ചത് യുദ്ധം ചെയ്യാനും മറ്റും ഇദ്ദേഹത്തെ പോലെ ഉള്ള ഒരു ശരീര വൈഭവം ഉപയോഗപ്പെടുത്തലാണോ? അങ്ങനെയെങ്കിൽ സ്വഹാബത്തെ നിങ്ങൾ മനസ്സിലാക്കിക്കോ, യുദ്ധം ചെയ്യൽ മാത്രമാണോ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള അധ്വാനം? ഇസ്ലാമിന്റെ നിലനിൽപ്പിന് വേണ്ടി അനിവാര്യ ഘട്ടത്തിൽ യുദ്ധം ചെയ്യുക എന്ന ആ ജിഹാദിന്റെ പുണ്യം ആ ഒരു കർമ്മത്തിലൂടെ മാത്രമല്ല കിട്ടുന്നത്. റസൂലുള്ളാഹി പറയാ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ സഅ അലാ നഫ്സിഹി ലിയഉഫഹാ ഫഹുവ ഫീ സബീലില്ലാഹ്. തന്റെ ഇസ്സത്ത് നിലനിർത്താൻ, തന്റെ ആത്മാഭിമാനം നിലനിർത്താൻ ഒരാള് അള്ളാന്റെ മാർഗത്തിൽ അധ്വാനിച്ചാൽ എന്ന് പറഞ്ഞാൽ തന്റെ മുന്നിൽ തന്റെ അഭിമാനത്തിന് ക്ഷതം വരുന്നൊരവസ്ഥ താൻ യാചന രൂപത്തിലെത്തിക്കഴിഞ്ഞാൽ ഉണ്ടാകുമെന്ന് കണ്ടാൽ ആ മനുഷ്യൻ തന്റെ അഭിമാനത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് അധ്വാനിക്കുക എന്നത് അള്ളാന്റെ മാർഗത്തിലുള്ള ഒരു പണിയാണ്. അങ്ങനെ ഒരാൾ ചെയ്താൽ അയാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവനെ പോലെയാണ് സ്വഹാബ. മാത്രവുമല്ല, ഒരാൾ തന്റെ മാതാപിതാക്കൾക്ക് തീറ്റ കൊടുക്കാൻ, ഭക്ഷണം കൊടുക്കാൻ, അവരെ പുലർത്താൻ വേണ്ടിയിട്ടാണ് അധ്വാനിക്കുന്നതെങ്കിൽ അതും അള്ളാഹുവിന്റെ മാർഗത്തിലെ ജിഹാദിന് തുല്യമാണ് സ്വഹാബ. ഒരാൾ തന്റെ ഭാര്യക്കും മക്കൾക്കും ചെലവ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, റബ്ബിന്റെ ചെലവ് കൊടുക്കാൻ വേണ്ടിയാണ് അധ്വാനിക്കുന്നതെങ്കിൽ റബ്ബിന്റെ മാർഗത്തിൽ ജിഹാദിന് തുല്യമാണ് സ്വഹാബ. വമൻ സആ മുകാഫിറൻ ഫീ സബീലിശ് ശൈത്വാൻ. ഒരാൾ അധ്വാനിക്കാൻ ഇറങ്ങുമ്പോ അദ്ദേഹത്തിന്റെ ഉദ്ദേശം വെറും സമ്പാദ്യം മാത്രമാണ്. കുറെ ദുനിയാവ് വാരിക്കൂട്ടണമെന്ന ഒറ്റ ചിന്തയല്ലാതെ റബ്ബിന്റെ പൊരുത്തമെന്ന ചിന്തയില്ലെങ്കിൽ അവൻ പിശാചിന്റെ മാർഗത്തിലാണ്. സ്വഹാബാ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ ഞാനും നിങ്ങളൊക്കെ കുടുംബം പുലർത്താൻ വേണ്ടി ചെയ്യുന്ന പണി ഒരു വലിയ ഇബാദത്താണ്. പടച്ചോന്റെ പൊരുത്തം ഇതിലുണ്ടാവണം എന്ന രീതിയിൽ, അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള രീതിയിൽ. അതിനോടനുബന്ധമായി പറയാം, നമ്മൾ ചെയ്യുന്ന തൊഴിലിൽ, നാം ചെയ്യുന്ന അധ്വാനത്തിൽ അനുബന്ധമായി വരുന്ന നിസ്കാരം പോലെയുള്ള സന്ദർഭങ്ങളെ നമ്മൾ ഖളാ ആക്കുക എന്ന പാപത്തിലേക്ക് കൊണ്ടുപോവാതെ, നുണ പറയുക എന്ന അവസ്ഥ ഉണ്ടാവാതെ, ഹറാമുകൾ ഈ പറയപ്പെട്ട ജീവിത വൃത്തിയിൽ നാം ചെയ്യുന്ന തൊഴിലിൽ ഹറാമ് ബന്ധപ്പെടാതെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് പൂർണ്ണമായും ഇബാദത്താണ്. വീട്ടിൽ നിന്നും ജോലിക്ക് പോവാൻ നേരത്ത് നിയ്യത്ത് വെച്ചിറങ്ങാം, പടച്ചോനെ ഞാൻ എന്റെ കുടുംബം പുലർത്താൻ വേണ്ടിയിട്ട് ജോലിക്ക് പോവാ, ഇതൊരു ഇബാദത്താക്കണം. ഒരു ഇബാദത്തിന്റെ ബോധ്യത്തോടു കൂടെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പൂർണ്ണമായും അള്ളാഹു നമ്മിൽ നിന്നും അതിന്റെ അർഹതയിൽ തന്നെ സ്വീകരിക്കുമെന്ന കാര്യം തീർച്ചയാണ്. ഇനി കണ്ടോളൂ, ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നുണ്ട് ഹദീസ്. മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അഫ്ളലു ദീനാരി ദീനാറു യുൻഫിഖുഹു റജുലു അലാ ഇയാലിഹി. ഏറ്റവും മൂല്യമുള്ള ദീനാർ, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും സ്ഥാനമുള്ള ചെലവ് അല്ലെങ്കിൽ പണം, അത് ഒരു മനുഷ്യൻ തന്റെ കുടുംബത്തെ പുലർത്താൻ വേണ്ടി അരിയും ചൊല്ലുവാനും വാങ്ങിയ പണമാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തേത് അള്ളാഹുവിന്റെ മാർഗത്തിൽ യാത്ര പോകാൻ വേണ്ടി ഒരാൾ ചെലവ് ചെയ്ത പണമാണ്. അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും മൂല്യമുള്ള മൂന്നാമത്തെ പണം തന്റെ കൂടെ ജീവിക്കുന്ന തന്റെ സഹപ്രവർത്തകർക്ക്, തന്റെ കൂട്ടുകാർക്ക് അള്ളാഹിന്റെ മാർഗത്തിൽ വല്ലതും ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടി ചെലവായിട്ടുള്ള പണമാണ് എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇതിൽ ഒന്നാമത് പറഞ്ഞത് കുടുംബം പുലർത്താൻ വേണ്ടിയിട്ട് ഒരാൾ ചെലവ് ചെയ്ത പണത്തിന് അള്ളാഹ് കൊടുത്ത മൂല്യം ഏറ്റവും വലിയ ദാനധർമ്മം എന്ന പരിഗണന സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. മഹാനായ ഇമാം ത്വബറാനിയുടെ മുഅ്ജമിൽ ഒരു ഹദീസ് കാണാം, പലപ്പോഴും നമ്മുടെ ചർച്ചയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. സ്വഹാബി പ്രമുഖനായ ഇർബാദ് ബിൻ സാരിയ റളിയല്ലാഹു അൻഹു പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിലിരിക്കുമ്പോഴാണ് ആ സദസ്സിൽ അന്ന് നടന്ന വഅദ് ഇങ്ങനെയായിരുന്നു: ഇന്ന റജുല ഇദാ സഖംറഅതുൽ മാഅ ഉജിറാ. ഹബീബ് പറഞ്ഞു, ഒരു ഭർത്താവ് ഭാര്യക്ക് വെള്ളം എടുത്തു കൊടുത്തു അവൾക്ക് കുടിക്കാൻ. ഭാര്യക്ക് വെള്ളം വേണം, കുടിക്കാൻ ഭർത്താവ് എടുത്തു കൊടുത്താൽ അതിന് ഭർത്താവിന് കൂലിയുണ്ടെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ ഇർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു അൻഹു പറയാ, ഖുംതു ഇലൈഹ, ഞാൻ എന്റെ പെണ്ണിന്റെ അടുക്കിലേക്ക് ഓടിച്ചെന്നു. ഫസഖൈതുഹാ മിനൽ മാഇ, അവൾ ആവശ്യപ്പെട്ടില്ല, എന്നാലും അവൾക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുത്തു.
അപ്പോൾ അവൾ ചോദിച്ചു, എന്താ ഇപ്പൊ നിങ്ങൾ ഇന്ന് വെള്ളമൊക്കെ തരാൻ കാരണം? ഞാൻ അവളോട് പറഞ്ഞു, റസൂലുള്ളാഹി പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഭാര്യക്ക് ഭർത്താവ് വെള്ളം എടുത്തു കൊടുത്തു, അവൾ കുടിച്ചാൽ അതിന് പോലും കൂലിയുണ്ട്. ഈ പറഞ്ഞ വാക്ക് ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു. മഹാനായ ഇർബാദ് ബിൻ സാരിയ എന്ന മഹാൻ റളിയല്ലാഹു അൻഹു, ഇമാം തൊബറാനി അവിടുത്തെ മുഅ്ജമിൽ ഈ ഹദീസ് രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. മറ്റു പല മുഹദ്ദിസീങ്ങളും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി കണ്ടോളൂ, മറ്റൊരു സംഭവം കാണാം. മഹാനായ താബിഈങ്ങളിൽ പ്രമുഖനായ സാബിത്തുൽ ബുന്നാനി റളിയല്ലാഹു അൻഹു സഹാബി പ്രമുഖനായ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ പോയി. എന്നിട്ടോ അനസ് റളിയല്ലാഹു അൻഹുമായി മഹാനായ താബിഈങ്ങളിൽ പ്രമുഖനായ സാബിത്തുൽ ബുന്നാനി റളിയല്ലാഹു അൻഹു സഹാബിയായ അനസ് തങ്ങളുടെ അടുക്കൽ പോയി ഒരുപാട് സംസാരിച്ചു. അനസ് റളിയല്ലാഹു അൻഹുവിന് ധാരാളം കാലം ജീവിക്കാൻ കഴിഞ്ഞ ദീർഘായുസ് ഉണ്ടാവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ എന്ന ഒരുപാട് വയസ്സ് ജീവിച്ച ഒരു മഹാൻ, 100-ൽ പരം വയസ്സ് ജീവിച്ചു എന്നൊക്കെ ചില ചരിത്ര ഉദ്ധരണികൾ നമുക്ക് കാണാൻ കഴിയും. അത്രത്തോളം പ്രധാനിയായ സ്വഹാബി, ദീർഘനാൾ ജീവിച്ച സ്വഹാബി അനസ് തങ്ങളെ കാണാൻ മഹാനായ സാബിത്തുൽ ബുന്നാനി തങ്ങൾ ചെന്ന് സംസാരങ്ങളുടെ ഇടയിൽ മഹാനവറുകൾ പറയാൻ തുടങ്ങിയ അന്നഹു സമിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സാബിത്തുൽ ബുന്നാനി തങ്ങളെ, അള്ളാന്റെ ഹബീബിന്റെ സ്വഹാബിയല്ലേ ഞാൻ, ഒരിക്കൽ റസൂലുള്ളാഹി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്നല്ലാഹ അസ്സ വജല്ല ഖദ് ലമിന ദൈനിൽ അബ്ദി ഇദസ്തദാന ഫി സലാസ്. 3 സന്ദർഭങ്ങളിൽ വരുന്ന കടബാധ്യത ഒരാൾക്ക് വീട്ടാൻ കഴിയാതെ മരിച്ചാൽ ആ കടത്തിന്റെ പേരിൽ അവൻ നരകത്തിലേക്ക് പോകേണ്ടതില്ല. അള്ളാഹു ആ കടം ആഖിറത്തിൽ വെച്ച് പരിഹരിക്കുമെന്ന് ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് സാബിത്തേ. അനസ് റളിയല്ലാഹു അൻഹു പറയാം, ഒന്നുകൂടി പറയാം. സ്വഹാബിയായ അനസ് റളിയല്ലാഹു അൻഹു മഹാനവറുകളെ കാണാൻ വേണ്ടി താബിഈങ്ങളിൽ പ്രമുഖനായ സാബിത്തുൽ ബുന്നാനി റളിയല്ലാഹു അൻഹു വരുന്നു. സംഭാഷണത്തിന്റെ ഇടയിൽ, സംസാരത്തിന്റെ ഇടയിൽ ഹദീസുകളിലേക്ക് കടന്നു വന്നു. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലുള്ളാഹി പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ കേട്ടിട്ടുണ്ട്, ഒരാൾ 3 സന്ദർഭങ്ങളിൽ കടബാധ്യത ഉള്ളവനായി, ഈ പറയുന്ന 3 സന്ദർഭങ്ങളിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അവൻ കടബാധ്യത ഉള്ളവനായി, ആ 3 കാര്യങ്ങൾ, ആ 3 സന്ദർഭങ്ങൾ അവനെ കടബാധ്യത ഉള്ളവനാക്കി ആ കടം വീട്ടാതെ അവൻ മരിച്ചുപോയി. ആരും അത് വീട്ടിയതുമില്ല. ഉറപ്പായിട്ടും സ്വർഗത്തിലേക്ക് പോകാൻ പ്രയാസമാണല്ലോ കടത്തോടുകൂടെ മരിച്ചാൽ. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഈ മനുഷ്യനെ ആഖിറത്തിൽ വെച്ച് ആ കടത്തിന്റെ വിഷയത്തിൽ അള്ളാഹു പരിഗണിക്കും, അവന്റെ കടത്തിന്റെ പ്രശ്നം അള്ളാഹു പരിഹരിക്കും എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഈ 3 സന്ദർഭങ്ങളിൽ ഉണ്ടായിട്ടുള്ള കടങ്ങളാണെങ്കിൽ സ്വഹാബി അനസ് റളിയല്ലാഹു അൻഹു ഇത് പറയുമ്പോ സാബിത്തുൽ ബുന്നാനി റളിയല്ലാഹു അൻഹു സശ്രദ്ധം കേട്ടിരിക്കാണത്. ഒന്നാമത്തെ സന്ദർഭം, ഒരാള് വ്യഭിചരിക്കുമെന്ന് ഉറപ്പായ സാഹചര്യത്തിൽ വ്യഭിചരിക്കാതിരിക്കാൻ വേണ്ടി കല്യാണം കഴിച്ചു. പക്ഷെ മഹർ കൊടുക്കാനുള്ളത് അവന്റെ കയ്യിലുണ്ടായിരുന്നു. മഹർ കൊടുക്കാനുള്ളത് കയ്യിലില്ല. അവൻ കടം വാങ്ങി അവൻ നിക്കാഹ് നടത്തി, മഹർ കൊടുത്തു. ഈ നിക്കാഹ് നടന്നില്ലെങ്കിൽ അവൻ വ്യഭിചരിക്കുമെന്ന് ഉറപ്പാണ്. അപ്പൊ നന്നായിട്ട് ജീവിക്കാൻ, അള്ളാനെ ഭയന്ന് ജീവിക്കാൻ വേണ്ടി, സദാചാര ബോധം നിലനിർത്താൻ വേണ്ടി, പടച്ചറബിനെ ഭയന്നതിന്റെ പേരിൽ വ്യഭിചാരം സംഭവിക്കാതിരിക്കാൻ വേണ്ടി മനുഷ്യൻ മഹർ കൊടുക്കാൻ കടം വാങ്ങി. ആ കടം വീട്ടാൻ പറ്റിയില്ല അവൻ വൈകാതെ മരിച്ചുപോയി. ആ മനുഷ്യൻ അള്ളാഹുവിന്റെ കോടതിയിൽ വരുമ്പോ ഈ കടട്ട് ആരും ഏറ്റെടുത്തിട്ടുമില്ല, ഭൂമിയിൽ വെച്ച് ആ കടം പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഇവൻ കടക്കാരനായ അള്ളാഹിന്റെ കോടതിയിലെത്തിയ വ്യഭിചാരത്തെ ഭയന്നതിന്റെ പേരിൽ നിക്കാഹ് കഴിച്ചു. ആ നിക്കാഹ് കഴിക്കാൻ മഹറിന് വേണ്ടി കടം വാങ്ങി, കടം വീട്ടിയിട്ടില്ല, ആരും വീട്ടി കൊടുത്തിട്ടുമില്ല. മഹ്ശറയിൽ വെച്ച് ഈ കടം അള്ളാഹു പരിഹരിക്കും എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആർക്കാണോ കടം കൊടുക്കേണ്ടിയിരുന്നത് അവനെ അള്ളാഹു തൃപ്തിപ്പെടുത്തിയാൽ മതിയല്ലോ. അവനെ അള്ളാഹു തൃപ്തിപ്പെടുത്തി കടം പരിഹരിക്കും. ഒന്നാമത്തെ കടബാധ്യതയുടെ സാഹചര്യം ഇതാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തേത്, മുസ്ലിമീങ്ങളെ സഹായിക്കാൻ വേണ്ടി ഇസ്ലാമിന്റെ നിലനിൽപ്പിന് അനിവാര്യമായ ഘട്ടത്തിൽ
ഒരു യുദ്ധം വേണ്ടി വരുന്നു, മുസ്ലിമീങ്ങളെ സഹായിക്കണം, ഈ യുദ്ധം നടക്കാൻ സാമ്പത്തികം വേണം. അപ്പോഴാണ് ഒരാള് കടം വാങ്ങി ഈ സംരംഭത്തെ സഹായിച്ചു. കടം വീട്ടാൻ കഴിഞ്ഞില്ല, കടം ആരും ഏറ്റെടുത്തില്ല, കടത്തോടുകൂടെ അവൻ മരിച്ചു പോവുകയും ചെയ്താൽ ആ കടത്തിന്റെ വിഷയത്തിൽ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി, ഈ സാഹചര്യം ഇന്ന് ഇല്ല, അങ്ങനെ ഒരു സന്ദർഭമാണ് ഇപ്പോൾ കാണുന്നത്. ജിഹാദൊക്കെ വ്യാപകമായി ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിലാണ് ഈ സന്ദർഭത്തെ നമുക്ക് സൂചിപ്പിക്കാൻ കഴിയുന്നത്. അങ്ങനെ കടത്തോടുകൂടെ മരിച്ച മുസ്ലിമീങ്ങളുടെ പൊതു ആവശ്യത്തിന് ജിഹാദിന് വേണ്ടിയിട്ട്, ഇസ്ലാമിന്റെ നിലനിൽപ്പിന് വേണ്ടി കടം വാങ്ങിയ പണം അത് തിരിച്ചേൽപ്പിക്കാൻ അയാൾക്ക് കഴിയാതെയും അയാൾക്ക് പകരമായി അത് ഭൂമിയിൽ മറ്റാരും വീട്ടാതെയും അയാൾ മരിച്ച് നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ വരുമ്പോൾ അള്ളാഹു ആ കടവും പരിഗണിക്കും എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി മൂന്നാമതൊരാളെ കടം വാങ്ങിയത് ഒരു മയ്യത്തുണ്ട്. ആ മയ്യത്തിനെ മറവ് ചെയ്യാൻ കഫൻ പുടവ വാങ്ങാൻ കാശില്ല, ആരുടെയും കയ്യിലില്ല. അപ്പൊ ഒരാൾ കടം വാങ്ങി കഫൻ പുടവ വാങ്ങി, അങ്ങനെ കഫൻ ചെയ്തു. ഈ കഫൻ പുടവ കടം വാങ്ങി കൊണ്ടുവന്നവൻ പിന്നീട് മരിക്കുന്ന സമയത്ത് ഈ കടം വീട്ടിയിട്ടുമില്ല. ഒരു മുസ്ലിമായ മനുഷ്യന്റെ മയ്യത്ത് മറവ് ചെയ്യാനുള്ളതിലേക്ക് സാമ്പത്തികമായി താൻ കടക്കാരനായതാണ്, വ്യക്തിപരമല്ല. ആ കടം വീട്ടാൻ തന്നെ കൊണ്ട് കഴിഞ്ഞതുമില്ല. ആ കടം ആരും താൻ മരിക്കുന്ന നേരം ഏറ്റെടുത്തിട്ടുമില്ല. ഈ കടത്തോടുകൂടെ മഹ്ശറിൽ വന്നാൽ ഈ മൂന്നാമത്തെ കക്ഷിയായ ഈ മയ്യത്തിന് വേണ്ടി കടം വാങ്ങിയ ആള്, അവനെ അള്ളാഹു പരിഗണിക്കും, അവന്റെ കടത്തെ അള്ളാഹു അവിടെ പരിഹരിക്കും എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടു എന്ന് സ്വഹാബിയായ അനസ് റളിയല്ലാഹു അൻഹു, ദീർഘനാൾ ജീവിച്ച നല്ല പ്രായമുള്ള സ്വഹാബിയാണ്, മഹാനായ അനസ് റളിയല്ലാഹു അൻഹു സാബിത്തുൽ ബുന്നാനി തങ്ങളോട് പറയുകയാണ്. സാബിത്തുൽ ബുന്നാനി റളിയല്ലാഹു അൻഹു ഈ ഹദീസ് മനപ്പാഠമാക്കി പിന്നീട് ഒരിക്കൽ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ചെല്ലുന്നു. ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു താബിഈങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇൽമുള്ള മഹാനാണ്. ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ചെന്നപ്പോൾ മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു അനസ് റളിയല്ലാഹു അൻഹു അല്ലാത്ത മറ്റ് സഹാബികളിൽ നിന്നും ഈ ഹദീസിന്റെ പൂർണ്ണ രൂപം കേട്ടിട്ടുണ്ടായിരുന്നു. ഈ ഹദീസിൽ പറഞ്ഞ 3 കടത്തിന്റെ സന്ദർഭം: ഒന്ന്, വ്യഭിചാരം ഭയക്കുമ്പോൾ അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടിയിട്ട് നിക്കാഹ് കഴിക്കാൻ വേണ്ടി മഹറിനായി കടം വാങ്ങിയത്. രണ്ടാമത് പറഞ്ഞത് മുസ്ലിമീങ്ങളുടെ ഒരു പൊതു ആവശ്യം വന്നു, പ്രത്യേകിച്ച് യുദ്ധഘട്ടം വന്നപ്പോൾ അന്നേരം കടം വാങ്ങിയ ബാധ്യത. മൂന്നാമത്തേത് ഒരു മയ്യത്ത് മറവ് ചെയ്യാൻ കഫൻ പുടവയ്ക്ക് കാശില്ല, അങ്ങനെ സമയത്ത് കടം വാങ്ങിയ ബാധ്യത. ഈ 3 ബാധ്യതകൾ അള്ളാഹു പരിഹരിക്കും പരലോകത്ത് എന്ന് പറയപ്പെട്ട ഈ ഹദീസിന് കുറച്ചുകൂടി ബാക്കിയുണ്ട്. സാബിത്തെ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു കൂട്ടിച്ചേർത്തു കൊടുത്തു. എന്താണ് ആ കുറച്ചുകൂടി ബാക്കിയുള്ളത് എന്നറിയുമോ? 4ാമത്തെ ഒരു കടവും കൂടി റസൂലുള്ളാഹി ഈ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. അനസ് തങ്ങൾ മറന്നുപോയതായിരിക്കും. 4ാമത്തെ ഒരു ബാധ്യത: റജുലൻ ഇസ്തദാന ലിയുൻഫിഖ അലാ ഇയാലിഹി. ഒരു മനുഷ്യൻ തന്റെ കുടുംബം പുലർത്താൻ വേണ്ടി, അരി വാങ്ങാൻ വേണ്ടി ഒട്ടുമേ പൈസ ഇല്ല കയ്യില്, കടം വാങ്ങി. ആ കടം പൂർത്തിയാക്കാൻ അവന് കഴിഞ്ഞില്ല, ആ കടം വീട്ടാൻ കഴിഞ്ഞില്ല. ആ കടം അവന്റെ മരണാനന്തരം ആരും ഏറ്റെടുത്തിട്ടുമില്ല. ഈ കടത്തോടുകൂടെ കുടുംബം പുലർത്താൻ വേണ്ടി അരി വാങ്ങാൻ കടം വാങ്ങിയതാ. ആ മനുഷ്യൻ മരണപ്പെട്ടാൽ അവന്റെ കടം അള്ളാഹു പരലോകത്ത് പരിഹരിക്കും. കുടുംബം പുലർത്താനല്ലേ, അത് വലിയൊരു അമലാണ് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഈ ഹദീസിനോട് ചേർത്ത് വെക്കണമെന്ന് മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു സാബിത്തുൽ ബുന്നാനി തങ്ങളെ തിരുത്തി കൊടുക്കുകയാണ്. അത്രത്തോളം കുടുംബത്തിന് വേണ്ടി ചെലവ് ചെയ്യുകയാണെങ്കിൽ ഇൻഫാഖ് എന്ന പ്രയോഗം ആ കുടുംബത്തിന് വേണ്ടി ചെലവ് ചെയ്യുക എന്നുള്ളടത്ത് കാണുന്നത്. സ്വഹീഹ് മുസ്ലിമിൽ ഒരു ഹദീസ് ഉണ്ട്: ഓരോ പ്രഭാതത്തിലും 2 മലക്കിറങ്ങി വരാ, എന്നിട്ട് കുടുംബത്തിന് ചെലവ് ചെയ്യുന്നവന് കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മളൊക്കെ ചെയ്യുന്ന, അനിഷേധ്യമായി ചെയ്തുകൊണ്ടിരിക്കുന്ന, ഞാനും നിങ്ങളും നിർബന്ധമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കുടുംബം പുലർത്തുക എന്ന നമ്മുടെ തൊഴിലുണ്ടല്ലോ, അത് ഇബാദത്താണെന്ന് പഠിപ്പിക്കുകയാണ് പരിശുദ്ധ ഇസ്ലാം. നമ്മൾ ഇതേക്കുറിച്ചൊന്നും അറിയണ്ടേ? അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. കുടുംബത്തിന് വേണ്ടി അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് എന്താ? നമ്മൾ ചെയ്യുന്ന ഈ തൊഴില്, കുടുംബം പുലർത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന തൊഴില് ജിഹാദിന്റെ പരിഗണന. കുടുംബം പുലർത്താൻ വേണ്ടി ചെയ്യുന്ന തൊഴിൽ ജിഹാദിന്റെ പരിഗണന. ആ തൊഴിൽ ചെയ്ത് നമ്മൾ സമ്പാദിക്കുന്ന സമ്പത്ത് കുടുംബത്തിൽ ചെലവാക്കുക എന്നത് സദഖയുടെ പരിഗണന. ഇങ്ങനെ 2 പരിഗണന അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ തൊഴിൽ ചെയ്യാൻ പോക്ക് ജിഹാദിന്റെ പരിഗണന. തൊഴിൽ ചെയ്തിട്ട് കിട്ടുന്ന പണം കൊണ്ടുവന്ന് വീട്ടിൽ ചെലവ് ചെയ്യുന്നത്
സ്വതക്കയുടെ പരിഗണന. ഏത് സ്വതക്കയാണെന്നറിയോ? ഡബിൾ സ്വതക്കയാണ്. ഡബിൾ സ്വതക്കയാണ്. കണ്ടോ, തുർമുദി ഉദ്ധരിക്കുന്നുണ്ട് ഒരു ഹദീസാൻ സൽമാൻ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സദഖത്തു അലൽ മിസ്കീനി സ്വതഖ. ഒരു മിസ്കീനായ മനുഷ്യന് ചെയ്യുന്ന സദഖയുണ്ടല്ലോ, സദഖ എന്ന പരിഗണനയാണ് അതിനുള്ളത്, ഒരു സദഖ. എന്നാൽ മിസ്കീൻ കുടുംബത്തിലുള്ളവനാണ് എങ്കിൽ കുടുംബക്കാരനാണെങ്കിൽ, കൂട്ടുകുടുംബക്കാരനാണെങ്കിൽ, ഈ മിസ്കീനായ മനുഷ്യൻ ഒരു കൂട്ടുകുടുംബക്കാരനാണെങ്കിൽ ഈ ചെലവ് ചെയ്യൽ അവന്റെ വീട്ടിൽ കൊണ്ടുപോയി ചെലവ് ചെയ്താൽ സ്വതഖത്തും വസ്വില, കുടുംബബന്ധം ചേർക്കലുമാണ് സ്വതഖയുമാണ്, രണ്ട് കൂലിയാണെന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നുകൂടി പറയാം, കുടുംബം പുലർത്താൻ നമ്മൾ തൊഴിലിന് പോവുക എന്നത് ജിഹാദിന്റെ പരിഗണനയുള്ള ഒരു ഇബാദത്താണ്. അതുവഴി നമ്മൾ സമ്പാദിച്ച, നാം കരസ്ഥമാക്കിയ പണം വീട്ടിലേക്ക് അരിയും സാധനങ്ങളൊക്കെ വാങ്ങി കൊടുക്കുക എന്നത് അഫ്ളലുസ് സദഖയാണ്. രണ്ട് കാര്യം അവിടെ നടക്കുന്നത്, ജിഹാദും സദഖയും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ സുദീർഘമാക്കുന്നില്ല, ഒരു ഹദീസ് കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, സ്വർഗത്തിൽ ഒരു കൊട്ടാരമുണ്ട്. ആ കൊട്ടാരത്തിന്റെ പ്രത്യേകത മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ഇന്ന ഫിൽ ജന്നത്തിൽ ഗുർഫ, സ്വർഗത്തിൽ ഒരു കൊട്ടാരമുണ്ട്, യുറാ ളാഹിറുഹാ മിൻ ബാത്തിനിഹാ, ആ കൊട്ടാരത്തിന്റെ ഉള്ള് കാണാം പുറത്തു നിന്നാൽ, പുറം കാണാം ഉള്ളിൽ നിന്നാൽ. അങ്ങനത്തെ ഒരു ഗ്ലാസ് പോലെ, ഒരു പളുങ്ക് പോലെ, ഒരു രത്നം പോലെയുള്ള ഒരു പ്രത്യേകമായ ശിലയിൽ തീർത്ത ഒരു പ്രത്യേക കൊട്ടാരം, മനോഹരമായ കൊട്ടാരം. അതിന്റെ ഭംഗി എന്താ? ഉള്ളിലുള്ളതൊക്കെ പുറത്തു നിന്ന് കാണാൻ കഴിയും. അത്രത്തോളം ഒരു ഗ്ലാസിന്റെ ഒരു ചില്ലുകൂട് പോലെ, ഒരു ചില്ലു കൊട്ടാരം പോലെ. പുറത്തുള്ളത് അകത്തുനിന്ന് കാണാം, അകത്തുള്ളത് പുറത്തുനിന്ന് കാണാം. ഹബീബ് വളരെ അത്ഭുതത്തോടുകൂടെയാണ് ആ കൊട്ടാരത്തെ വർണ്ണിച്ചത്. ഈ കൊട്ടാരം ആർക്കാണ് നബിയെ? സ്വഹാബി ചോദിക്കാ, വമൻ സുക്കാനുഹാ യാ റസൂലല്ലാഹ്, നബിയെ ഈ കൊട്ടാരം അല്ലാഹു ആർക്കാ വെച്ചിട്ടുള്ളത്? പഠിച്ചു വെച്ചോ, 5 കാര്യങ്ങൾ ജീവിതത്തിലുണ്ട് എങ്കിൽ അവർക്കാണ് ഈ കൊട്ടാരമുള്ളത്. 5 സ്വഭാവക്കാർക്കാണ് ഈ കൊട്ടാരമുള്ളത്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതിൽ ഒന്നാമത്തെ ആള് അല്ലദീന യുത്ഈമൂന അത്അം, കുടുംബം പുലർത്താൻ പണിക്ക് പോയി കുടുംബത്തിന് ചെലവിന് കൊടുക്കുന്നവരുണ്ടോ? അവനാണ്. കുടുംബത്തിന് ചിലവിന് കൊടുക്കുന്നവനുണ്ടോ? ഈ ഹദീസിന്റെ നേർക്ക് നേരർത്ഥം ഭക്ഷണം കൊടുക്കുന്നവൻ. ആ ഭക്ഷണം കൊടുക്കുക എന്നത് കുടുംബത്തിന് ചെലവ് ചെയ്യലിലൂടെ പരിഹരിക്കപ്പെടുമെന്ന് ഇതിന്റെ ശേഷം വരുന്നുണ്ട്. ഭക്ഷണം കൊടുക്കുന്നവനാണ് ഈ കൊട്ടാരം അള്ളാഹു വെച്ചിരിക്കുന്നത്. ഭക്ഷണം കൊടുക്കുക എന്ന പുണ്യകർമ്മം ചെയ്യുന്ന ആൾക്ക് രണ്ടാമത്തെ വിഭാഗം, അവരുടെ രണ്ടാമത്തെ സ്വഭാവം വയുതയ്യിബൂനൽ കലാം, കുടുംബത്തിന് ചെലവിന് കൊടുക്കുന്നതിന്റെ കൂടെ തന്നെ സംസാരത്തിൽ ഒരു സംസ്കാരമുണ്ട്. നല്ലത് മാത്രമാ. എത്ര കണ്ട് സ്നേഹമുള്ളവനോടും, എത്ര കണ്ട് സ്വാതന്ത്ര്യമുള്ളവനോടും, എത്ര കണ്ട് അടുപ്പമുള്ളവനോടും വർത്താനം പറയുമ്പോഴും നല്ലത് മാത്രം പറയുന്നവനാണോ അവനാണ് സ്വർഗത്തിന്റെ ഈ കൊട്ടാരമുള്ളത്. മൂന്നാമത്തെ സ്വഭാവം വയുദീമൂന സിയാം, ഇടക്കിടക്കൊക്കെ സുന്നത്ത് നോമ്പ് പിടിക്കുന്ന, റമദാന്റെ ഫർദ് നോമ്പ് കൃത്യമായി പിടിക്കുന്ന, നോമ്പെടുക്കുന്നതിനെ വളരെ താല്പര്യത്തോടുകൂടെ പരിഗണിക്കുന്നവനാണോ അവനാണ് ഈ കൊട്ടാരമുള്ളത്. നാലാമത്തെ സ്വഭാവം വയുഫ്സൂനസ്സലാം, മുസ്ലിമീങ്ങളോട് സലാം പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നവനാണോ അവനാണ് ഈ കൊട്ടാരമുള്ളത്. അഞ്ചാമത്തെ സ്വഭാവം വയുസല്ലൂന ബില്ലൈലി വന്നാസു നിയാം, ജനങ്ങളൊക്കെ കിടന്നുറങ്ങുമ്പോൾ രാത്രി നിസ്കാരം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നവനാണോ അവനാണ് ഈ കൊട്ടാരമുള്ളത്. ഒരു വ്യക്തിയിൽ തന്നെ ഈ 5 ഗുണങ്ങളും റസൂലുള്ളാഹി പറയാണ്. സ്വഹാബികൾ പലരും എഴുന്നേറ്റു, എന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ് ഇന്ന ഹൗലാഇ അഹ്ലുൻ ദാലിക വമൻ യുതീഖു ദാലിക, നബിയേ ഈ 5 കാര്യങ്ങൾ ചെയ്യുന്ന 5 വിഭാഗം ആളുകളാണെങ്കിൽ അത് സാധ്യമാണ്.
ഒരാളെ കൊണ്ട് ഇത് 5 ചെയ്യാൻ പറ്റുമോ നബിയെ? ഒരാളെ കൊണ്ട് ഇത് 5 ചെയ്യാൻ പറ്റുമോ? 5 കാര്യങ്ങൾ ഒരാൾ ചെയ്താൽ അയാൾക്ക് സ്വർഗം കിട്ടുമെന്ന് പറയാൻ പറ്റുമോ നബിയെ? റസൂലുള്ളാഹി പറഞ്ഞു, തീർച്ചയായിട്ടും ഒരാൾക്ക് തന്നെ ഈ 5 കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഒന്നാമത് പറയട്ടെ, ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞില്ലേ? ആ ഭക്ഷണം കൊടുക്കുക എന്ന കാര്യം, അവൻ അത്അമ അഖിലഹു ഫഖദ് അത്അമ അത്അം, തന്റെ കുടുംബത്തിന് ചെലവിന് കൊടുത്താൽ മതി. ഭക്ഷണം കൊടുക്കുക എന്ന ഈ പരിഗണന അതിൽ പരിഹൃതമാണെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത് പറഞ്ഞത് എന്താ? നല്ല വർത്തമാനം പറയാ എന്നുള്ളതല്ലേ? ആ നല്ല വർത്തമാനം സംസാരത്തിൽ സംസ്കാരം ഉണ്ടാവാ എന്നതല്ലേ? ഒരാളുടെ വർത്തമാനത്തിൽ വരുന്ന പോരായ്മകളെ പരിഹരിക്കാൻ അവൻ ഇടയ്ക്കിടയ്ക്ക് പറയട്ടെ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഈ ദിക്ർ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞാൽ മതി, വർത്തമാനം നന്നാവലായി. മൂന്നാമത് പറഞ്ഞ സ്വഭാവം, വയുദീമൂന സിയാം, നോമ്പിനെ പതിവാക്ക എന്നല്ലേ? റമദാന്റെ നോമ്പെടുത്താൽ മതിയടോ. നാലാമത് പറഞ്ഞതെന്താ? സലാം പ്രചരിപ്പിക്കലല്ലേ? പരിചയമുള്ള മുസ്ലിം സഹോദരനെ കണ്ടുമുട്ടിയാൽ അവനോട് സലാം പറഞ്ഞാൽ അത് നാലാമത്തേതും പരിഹൃതമാണ്. അഞ്ചാമത് പറഞ്ഞത് ജനങ്ങൾ ഉറങ്ങുമ്പോൾ നിസ്കരിക്കുന്നു എന്നല്ലേ? കൃത്യമായി ഇഷയും മഗ്രിബും സുബഹിയും നിസ്കരിക്കുന്നു ജമാഅത്തായി ആണെങ്കിൽ ജനങ്ങൾ ഉറങ്ങുമ്പോൾ നിസ്കരിച്ചു എന്ന പദവി അല്ലാഹു അവന് നൽകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഈ 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക, ജീവിതത്തിൽ പകർത്താം. കുടുംബം പുലർത്താൻ വേണ്ടി നാം ചെയ്യുന്ന തൊഴില്, ആ തൊഴില് മുഖേന സമ്പാദിച്ചു കൊണ്ടുവരുന്ന പണം വീട്ടിൽ ചെലവ് ചെയ്യൽ, സ്വതക്കയും ജിഹാദും ഒക്കെ ഉണ്ട്. ഈ ഇബാദത്തിന്റെ മൂല്യം നാം ഓരോരുത്തരും അറിയുകയും അതനുസരിച്ചുകൊണ്ട് നാം ആ വിഷയത്തിൽ കൂലി പ്രതീക്ഷിക്കുകയും ചെയ്യേണ്ടതാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.